നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാധ്യതകൾ വീണ്ടും ആരംഭിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന ട്രംപിന്റെ അതിതീവ്രമായ അവകാശവാദവും ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഭഗീരഥ നേട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിക്കാക്സ് ആണവ കേന്ദ്രം തകർക്കുമെന്ന പരസ്യ മുന്നറിയിപ്പും ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഫെബ്രുവരിയിൽ തുടക്കമിട്ട യുദ്ധം 5-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ സഖ്യകക്ഷിയായ ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കാനും ട്രംപ് മടി കാണിക്കുന്നില്ല എന്നത് അമേരിക്കൻ വിദേശ നയത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ഫോക്സ് ന്യൂസിന്റെ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് പരിപാടിയിൽ നൽകിയ അരമണിക്കൂർ നീണ്ട അഭിമുഖത്തിലാണ് ട്രംപ് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ തന്റെ ഭരണ തുടർച്ചയുടെ ഉൽപ്പന്നമാണെന്ന വാദമുയർത്തിയത്. 2024 തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നുവെങ്കിൽ ഇറാന്റെ ആണവ ആക്രമണത്തിൽ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമായിരുന്നുവെന്ന് ട്രംപ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇസ്രായേൽ സ്വയം പ്രതിരോധശേഷിയുള്ള രാഷ്ട്രമാണെന്ന ടെൽ-അവീവിന്റെ പരമ്പരാഗത നയതന്ത്ര അവകാശവാദങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ തുറന്നു പറച്ചിൽ. ഇതിനു പുറമെ നയതന്ത്രപരമായ രഹസ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന നെതന്യാഹുവിന്റെ രീതിയെയും ട്രംപ് കടുപ്പത്തിൽ വിമർശിച്ചു. നതാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്കാക്സ് പർവ്വതനിരയിലെ രഹസ്യ തുരങ്കങ്ങളിൽ ഇറാൻ വീണ്ടും സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കുന്നുണ്ടെന്നും ഇതിന്റെ തെളിവുകൾ ട്രംപിന് കൈമാറുമെന്നും നെതന്യാഹു മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോടാണ് ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. നെതന്യാഹു അത് എന്നോട് നേരിട്ട് പറയണമായിരുന്നു. ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ യുദ്ധത്തിൽ കെട്ടിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തി. ഇസ്രായേലുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ഇറാനെതിരെയുള്ള സൈനിക ഭീഷണി ട്രംപ് കൂടുതൽ കടുപ്പിച്ചു. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്കാക്സ് തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്ത വിധം പർവ്വതത്തിനുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്ക സമുച്ചയം ഇറാന്റെ ആണവ പദ്ധതികളുടെ അവസാന പ്രതിരോധ കോട്ടയായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധമില്ലെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഭാവിയിലെ ആണവ സമ്പുഷ്ടീകരണത്തിന് ഈ കേന്ദ്രം ഉപയോഗിക്കപ്പെടുമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. രൂക്ഷമായ യുദ്ധം തുടരുന്ന ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്ക ഏറ്റെടുത്തതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനല്ല, ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹോർമുസ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള കപ്പലുകൾ മാത്രമേ അതിലൂടെ കടത്തിവിടൂവെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന് 1/5 ഭാഗവും കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ പാത 5 മാസമായി അടഞ്ഞുകിടക്കുന്നത് ആഗോള സാമ്പത്തിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 അടുക്കുകയാണ്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാന്റെ ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വീകരിച്ചത്. US സൈന്യത്തിന്റെ സാന്നിധ്യമാണ് മേഖലയിൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നതെന്നും സാമ്പത്തിക നഷ്ടങ്ങൾ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് മരവിപ്പിച്ച ഇറാന്റെ അക്കൗണ്ടുകളിൽ നിന്നും ഈടാക്കുമെന്നും ഇറാൻ വക്താവ് ഇബ്രാഹിം സൊൾഫാഗാരി തിരിച്ചടിച്ചു. യുദ്ധ നഷ്ടപരിഹാരം ഇറാന്റെ മരവിപ്പിച്ച പണത്തിൽ നിന്നും ഈടാക്കുമെന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപനത്തിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഇത്.